നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സ്വന്തം വീട് സുരക്ഷിതത്വത്തിൻ്റെ ഇടമാണ് ഭൂരിപക്ഷം മനുഷ്യർക്കും. ചിലപ്പോഴത് അസൗകര്യങ്ങളുടെ കൂടാവാം. പക്ഷേ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും അതിനോടുള്ള വൈകാരികത അത്രമേൽ തീവ്രമാണ്. അങ്ങനെ സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി ഉറങ്ങിയവരാണ് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും മനുഷ്യർ. ചൊവ്വാഴ്ച പുലരുമ്പോൾ ഈ നാടുകൾ തന്നെ ഏറെക്കുറെ തുടച്ചു നീക്കപ്പെട്ടു. 291 പേരുടെ ജീവനാണ് ഇതുവരെ നഷ്ടമായത്. കാണാതായവരുടെ എണ്ണം 200 കവിയും. അച്ഛനെ, അമ്മയെ, മകനെ, മകളെ, ഭാര്യയെ, ഭർത്താവിനെ, ഉറ്റ ബന്ധുക്കളെ, അയൽക്കാരെയൊക്കെ നഷ്ടമായി നിസ്സഹായതയുടെ അങ്ങേയറ്റത്തു നിൽക്കേണ്ടി വരുന്ന കുറേയേറെ മനുഷ്യർ. എത്രയോ തലമുറയുടെ അധ്വാനത്തിൻ്റെ ഫലമാകാം വീട് നിൽക്കുന്ന സ്ഥലവുമടക്കം. ജീവൻ രക്ഷപ്പെട്ട പലരും ഉടുതുണിക്ക് മറുതുണി പോലുമില്ലാതെ നിസ്സഹായതയിലാണ്. കാണാതായ ഉറ്റവർ മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്നറിയാതെ മാനസിക വ്യഥയുടെ കടലാഴങ്ങളിൽ പെട്ടുപോയ നിസ്സഹാരായ മനുഷ്യർ. ഇവരെ നമുക്ക് ചേർത്ത് പിടിക്കാം, വയനാടിനെ പുനർനിർമ്മിക്കാം. പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പറയാം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സാധാരണ നിലയിൽ രാഷ്ട്രീയ വിവാദങ്ങളോ പൊതുവിവാദ വിഷയങ്ങളോ ഒക്കെയാണ് പൊതുവേദിയിലേക്ക് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരം വിഷയങ്ങളൊന്നും എടുക്കാൻ പറ്റിയ ഒരു സമയമല്ല. കേരളം സമാനതകളില്ലാത്ത ഒരു ദുരന്ത ഭൂമിയിൽ നിൽക്കുകയാണ്. ഇത്രയേറെ മനുഷ്യർ ഒരുമിച്ച് മരിക്കേണ്ടി വന്ന ഒരു അനുഭവം കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ എവിടെയുമില്ല. 1924 പ്രളയകാലത്താണ് 2000ഓളം പേർ മരിച്ചുവെന്ന്. അന്നത്തെ കണക്കുകളിലൊന്നും അത്രത്തോളം കൃത്യതയുണ്ടോ എന്നറിയില്ല. അന്ന് ആ തരത്തിലേക്കുള്ള കണക്കുകളൊന്നും ഒരു നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന ഒരു ദുരന്തമായി തന്നെ ഇത് മാറിയിരിക്കുകയാണ്. പുല്ലുമേടിലെ ദുരന്തമായാലും പുറ്റിങ്ങൽ വെടിക്കെട്ടായാലും അതോടൊപ്പം തന്നെ സുനാമി കവർന്ന ജീവനുകളൊക്കെ ആയാലും അവിടെയെല്ലാം മരിച്ചവരെക്കാൾ കൂടുതൽ ആളുകളാണ് ഒറ്റ രാത്രി ഇരുട്ടി വിളക്കുമ്പോഴേക്കും മരണത്തിലേക്ക് പോകുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനും ആവില്ല. കായംകുളത്തു നിന്നും വിമലയാണ് ആദ്യ പ്രേക്ഷകയായി ചേരുന്നത്. ശ്രീ വിമല, ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാഴ്ചകളല്ല, നെഞ്ചു പിടഞ്ഞു പോകുന്ന കാഴ്ചകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. കേരളം വിറങ്ങലിച്ചു നിൽക്കുകയല്ല. പക്ഷേ ഈ സമയത്തും രക്ഷാപ്രവർത്തനവുമായി നമ്മൾ മുന്നിൽ തന്നെയുണ്ട്. ആ നാടിനെ, ആ മനുഷ്യരെ നമുക്ക് വീണ്ടും പഴയതുപോലെ എത്തിക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം കഴിയുമെന്നത് സ്വാഭാവികമായ ചോദ്യമാവാം. എങ്കിലും ഈ നേരത്ത് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പഴയ ജീവിതങ്ങൾ അവർക്ക് വീണ്ടും എത്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഒരു പരിധി വരെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. നമ്മൾ ഓരോ വ്യക്തിയും നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ അവരെ സഹായിക്കുകയാണെങ്കിൽ അവരുടെ പകുതിയുടെ വിഷമങ്ങളും അവരുടെ മറ്റു കാര്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അവരെ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്നതിൽ കൂടുതൽ സഹായം അവരെ സഹായിച്ച് അവരെ കൈത്താങ് കൊടുത്ത് അവരെ നമ്മുടെ ഒപ്പം നിർത്താൻ നമ്മൾ ഓരോ വ്യക്തികളും മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ഈ സമയത്ത് നമുക്ക് കഴിയുന്നത് അവരെ ചേർത്ത് നിർത്തുക, നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യുക, അവരെ പഴയ ജീവിതത്തിലേക്ക് ഒരു പരിധിവരെയെങ്കിലും എത്തിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക എന്നുള്ള അഭിപ്രായമാണ് കായംകുളത്തു നിന്നും വിമല പറഞ്ഞത്. എറണാകുളത്തു നിന്നും ശ്രീ അബൂബക്കർ കൂടി ചേരുന്നുണ്ട്. ഈ ദുഃഖഭരിതമായ നേരത്ത് എന്താണ് ശ്രീ അബൂബക്കർ താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഭരണകൂടത്തോടാണ്. പറഞ്ഞോളൂ. കാരണം എനിക്ക് നമ്മുടെ ഈ ദുരന്ത ഭൂമിയിൽ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണം. എങ്ങനെ താങ്കൾ ഉദ്ദേശിച്ചത്? മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം വേണം? അതെ, ഈ ദുരന്ത ഭൂമി ഇത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ ദുരന്ത ഭൂമിയാണ്. ശ്രീ അബൂബക്കർ, ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതിനുണ്ട്, ചില നിയമപ്രശ്നങ്ങളും. ഭാവിയിലേക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായമടക്കം ലഭ്യമാകാനുള്ള വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളിലൊക്കെ ദുരന്തമായാലും ഈ അത്യാവശ്യം പോസ്റ്റ്മോർട്ടത്തിൻ്റെ സൗകര്യങ്ങൾ കൂടി വേണം. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അവർക്ക് ഭാവിയിൽ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ഒരു ധനസഹായത്തിൻ്റെ വിഷയത്തിലായാലും മറ്റ് സഹായങ്ങളുടെ വിഷയത്തിലായാലും ഒക്കെ അതിന് വേണ്ടി കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ അതാണ് എൻ്റെ ഒരു ഇതാണ്. കാരണം ഈ അവസ്ഥയിൽ നമ്മൾ അങ്ങനെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ നമ്മൾ എല്ലാ ഭാഗത്തും വിഷമമുണ്ട്, പ്രയാസമുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാൻ എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. ഓക്കെ
ശരി, താങ്കളുടെ സംശയം എല്ലാവർക്കും സ്വാഭാവികമാണ്. ഈ ഇങ്ങനെ ദുരന്തമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും അറിയില്ലേ ഈ മരണം എങ്ങനെയാണെന്ന്, പിന്നീട് എന്തിനാണ് പോസ്റ്റ്മോർട്ടം എന്നൊക്കെ ഉള്ളത്. പക്ഷേ നിയമപരമായ ചില വിഷയങ്ങൾ കൂടി ഏത് ദുരന്തത്തിലാരുമുണ്ട്. അതുകൂടി പാലിച്ചില്ലെങ്കിൽ ഭാവിയിൽ അവരുടെ ബന്ധുക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ ഡേവിഡ്, നമുക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തോളം ഏത് മനുഷ്യൻ്റെയും കരളലിയിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പ്പെട്ട ആളായതുകൊണ്ട് ഇപ്പോഴും അവിടെ പോകുന്നത് കൊണ്ടും വളരെ അത് കാണുമ്പോൾ തന്നെ ഇവിടെ 3-4 ദിവസമായിട്ട് മറ്റൊന്നും വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അത് ഇനിയിപ്പോ ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു, ഇനിയെങ്കിലും ഇതൊക്കെ തടയണം. കാരണം ഞാൻ പിന്നെ ഈ സമയത്ത് ഇതൊന്നും പറയുന്നത് ശരിയല്ല, എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളും ഇതൊക്കെ. അവിടെ ഈ ക്വാറി മൈനിങ്ങും ഇതൊക്കെ വരുന്ന സമയത്തൊക്കെ വളരെയേറെ സൂക്ഷിക്കേണ്ടതായിരുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ എല്ലുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നീ എണീറ്റ് നിൽക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റുമോ? അതുപോലെ ഈ ക്വാറി എന്ന് പറയുന്ന പർവ്വതത്തിന്റെ എല്ലാണത്. എല്ലാം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്തു മാറ്റിയിട്ട് ചിലവര് വളരെ ദുഃഖകരമായ ചില പ്രസ്താവനകൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പറഞ്ഞു. നമുക്ക് മലയിലൊക്കെ ഉണ്ടായപ്പം അതിന്റെ അകത്തെങ്ങനെ ഉരുള് വെട്ടുന്നത്, കാടിന്റെ അകത്തുനിന്നല്ലേ പൊട്ടി വരുന്നത്, അവിടെ ആരാണ് വെട്ടുന്നത്? അത് ഇന്നലെ ഒരു എക്കോളജിസ്റ്റ് പറയുന്നത് കേട്ടു, ഈ മാധവ് ഗാഡ്ഗിലിനെ പോലെ മരത്തിന്റെ അടിവെച്ച് വെട്ടിക്കളഞ്ഞെങ്കിൽ ആ അടിയിലെ മരം ചീരുകയും അതിന്റെ അകത്തേക്ക് ആ വേരില്ലാത്ത സ്ഥലം ചീഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അകത്തേക്ക് വെള്ളം ഒഴുകുകയും പിന്നെ അതുമൂലം മണ്ണ് തള്ളി വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയെങ്കിലും നമ്മൾ സൂക്ഷിച്ചാൽ. കാണുമ്പോൾ ഞാനിപ്പോൾ എനിക്കൊന്നും പറയാനുള്ള മൂഡിലല്ല, അതുകൊണ്ട് ക്ഷമിക്കാം. ശരി, നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് താങ്കളുടെ അവസ്ഥ. പ്രവീണാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ പ്രവീൺ, പ്രതീഷാണ്. ശ്രീ പ്രതീഷ്, നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുന്നത് എന്തെല്ലാം അസൗകര്യങ്ങളുണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന് കണക്കാക്കിയാണ്. അങ്ങനെ വീടുകളിൽ കിടന്നുറങ്ങിയ മനുഷ്യരാണ് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പേ മരണത്തിലേക്ക് വീണുപോയത്. ചിലരൊക്കെ ചിലപ്പോൾ ഒരു കുടുംബം അപ്പാടെ മരണമടഞ്ഞ എത്രയോ പേർ, ആ കുടുംബത്തിൽ തന്നെ ആരും ഇനി അവശേഷിക്കുന്നില്ലാത്തവർ, 1-2 പേരൊക്കെ ചിലപ്പോൾ ആ സ്ഥലത്ത് നിന്ന് മാറി മറ്റെവിടെയെങ്കിലും തൊഴിലിനോ മറ്റാവശ്യങ്ങൾക്കോ പോയവർ, ജീവൻ രക്ഷപ്പെട്ടവർ, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ജീവൻ രക്ഷപ്പെട്ട മനുഷ്യർ. അങ്ങനെയെല്ലാം ഗതികേടെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് എങ്ങനെയാണോ ഒരു മനുഷ്യന് പറയാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം വലിയ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് ആ മനുഷ്യർ. ആ മനുഷ്യരെ നമുക്ക് ചേർത്ത് പിടിച്ചു നിർത്തി ആ വയനാടിനെ വീണ്ടും നമുക്ക് പഴയ വയനാടാക്കേണ്ടതുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കേൾക്കാമോ ശ്രീ പ്രതീഷ്? കേൾക്കാമോ? സന്തോഷാണ് ഇരിട്ടിയിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. സാറേ, ഞങ്ങളെല്ലാവരും ദുഃഖത്തിലാണുള്ളത്. ഞങ്ങൾ കണ്ണൂരാണ്, കണ്ണൂർ ജില്ലക്കാരാണ്. അപ്പൊ ഞങ്ങളുടെ തൊട്ട അയൽപക്കത്തുള്ള ജില്ലയാണ്. അപ്പം താങ്കൾ പറഞ്ഞോളൂ. സാറേ, അങ്ങനെയുള്ളത് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. പിന്നെ അതുപോലെ ഇതില് ഏറ്റവും കൂടുതൽ ശ്രദ്ധ തോന്നുന്നത് നമുക്കറിയാം മാധ്യമ പ്രവർത്തകരാണ്. അവരാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത്. അതുപോലെ സാറേ, അതുപോലെ ഒരു പൊസിഷനിലാണ് ഇപ്പം ക്യാമറ മൊത്തം എടുത്തിരിക്കുന്നത് ഒരു പൊസിഷനിലാണ്. അപ്പൊ ഈ റോഡിന്റെ ഒരു ഭാഗം നമ്മൾ കാണിക്കുന്നില്ല. ഇപ്പൊ ഒരു പാലം ഉണ്ടാക്കണ്ടല്ലോ, ആ ഒരു പൊസിഷനൊന്നും നമ്മളെ ശരിക്കും കാണിക്കണമായിരുന്നു. നമുക്ക് ശ്രീ സന്തോഷ്, ചെറിയ വിഷയങ്ങൾ, ഇതൊരു ദുരന്ത സ്ഥലമാണ്, അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഒരു കാരണവശാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ പുറത്തെത്തിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഒരു തരത്തിലും തടസ്സമാവരുത്. അതുകൊണ്ട് പരമാവധി അത്തരം സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട കൂടുതൽ വിഷ്വലുകൾ എടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ മാറി നിൽക്കാം. പക്ഷേ നമ്മളത് ചെയ്യാതിരിക്കുന്നത് ഈ സമയത്ത് ഈ വാർത്ത പുറത്തെത്തിക്കുന്നതും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അവിടെ രക്ഷാപ്രവർത്തനം അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനമാണ്. അപ്പോൾ അതിന് ഒരു തരത്തിലും തടസ്സമുണ്ടാവരുത് എന്നുള്ള പ്രത്യേക ജാഗ്രതയോടുകൂടിയാണ് അവിടെ എത്തിയ ഓരോ മാധ്യമപ്രവർത്തകരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. VIP-കളായ നേതാക്കളടക്കം അവിടെ വന്നപ്പോഴറിയാം അവർ വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോവുകയായിരുന്നു എല്ലാവരും. അത് മുഖ്യമന്ത്രി ആയാലും രാഹുൽ ഗാന്ധി ആയാലും എല്ലാം. അവരങ്ങനെ ചെയ്യാനുള്ള കാരണം ഒരു കാരണവശാലും ആ ഒരു സന്ദർശനം കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഒരു നിമിഷം പോലും തടസ്സമുണ്ടാവരുത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അത്തരം ദൃശ്യങ്ങളൊക്കെ പ്രയാസപ്പെടുന്നത്. ഇത് തന്നെ ഡ്രോൺ ദൃശ്യങ്ങളാണ് ഇപ്പോൾ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ബുദ്ധിമുട്ടുണ്ടാവാതെ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികൾ, പിന്നെ ആ സ്ഥലത്ത് പലയിടത്തും കടന്നു കയറാൻ കഴിയാത്തത്ര ചെളിയുണ്ട്, കല്ലുകളുണ്ട്, അല്ലെങ്കിൽ വെള്ളം കുത്തിയൊലിക്കുന്നുണ്ട്. അവിടെയൊക്കെ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഭക്ഷണം പോലും ഈ എത്തിച്ചു വരുന്ന ഭക്ഷണം ഒക്കെ കഴിച്ചുകൊണ്ട് നേരവേ കിടക്കണമെങ്കിൽ പോലും വിശ്രമിക്കണമെങ്കിൽ പോലും കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ചില പരിമിതികളാണ്, അത് അംഗീകരിക്കല്ലാതെ മറ്റ് വഴിയില്ല നമുക്ക്. അപ്പം എല്ലാം പിന്നെ യൂസഫ് കുഞ്ഞാണ് കൊല്ലത്ത് നിന്ന് വിളിക്കുന്നത്. ശ്രീ യൂസഫ്, ഞാനും നിങ്ങളുമൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുന്നത് വലിയ സുരക്ഷിത ബോധത്തോടെയാണ്. നാളെ രാവിലെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നാളത്തെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആലോചിച്ച് വിഷമിച്ചോ സന്തോഷിച്ചോ ഒക്കെ ആവും. പക്ഷേ അപ്പോഴും നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു വല്ലാത്ത സുരക്ഷിത ബോധമുണ്ട്. നമ്മുടെ വീട് എപ്പോഴും സുരക്ഷിതമാണ് എന്നൊരു ബോധം. അങ്ങനെ കിടന്നുറങ്ങിയ മനുഷ്യരാണ്
ഇപ്പോൾ ജീവിതത്തിൽ ഉറ്റവരില്ലാതെ നിൽക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആ വീട് തന്നെ നഷ്ടപ്പെട്ട് എത്രയോ തലമുറയുടെ അധ്വാനമാവും ചിലപ്പോൾ. ഒരാളുടെ വീടെന്ന് പറയുന്നത് അവരുടെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അവരുടെ അമ്മയുടെ അമ്മയോ ഒക്കെ അവരുടെ എന്തോരോ തലമുറ അധ്വാനിച്ചായിരിക്കും ചിലപ്പോൾ ആ ഭൂമി കിട്ടിയത്, ആ വീട് കിട്ടിയതൊക്കെ. അങ്ങനെ എത്രയോ തലമുറയുടെ അധ്വാനമെല്ലാമാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി തീർന്നിരിക്കുന്നത്. അങ്ങനെ ഗതികെട്ട് നിൽക്കുന്ന, നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരാണ് വയനാട്ടിൽ ഉള്ളത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മളെ കൂടപ്പിറപ്പുകളാണ് അവരെ പുനരധിവാസത്തിന് വേണ്ട എല്ലാവിധ പിന്തുണകളും ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ ഒക്കെ അതിന് സജീവമായിട്ട് നിൽക്കുകയാണ്. ഇതിലൊരു പ്രശ്നം എന്നുള്ളത് ഈ ഫണ്ടുകൾ എത്രയും പെട്ടെന്ന് അവരെ കൈകളിൽ എത്തുക. ഈ നാളെ കുറച്ച് ദിവസം കഴിയുമ്പം ഈ ഫണ്ടിന് വേണ്ടിയിട്ട് അവർ വില്ലേജുകളിലും താലൂക്കുകളിലും റവന്യൂ ഓഫീസുകളിലും കയറിയിറങ്ങുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെടാതെ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മാനിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ കൈകളിൽ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ എങ്ങനോ കിട്ടുന്ന ഈ ഫണ്ടുകൾ അവരെ കയ്യിലെത്താനുള്ള നടപടികൾ എത്രയും വേഗം അതും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ നിർണായകമായ അഭിപ്രായമാണ്. ഒപ്പം തന്നെ ഫണ്ട് കൈകളിലെത്തുന്നതിനൊപ്പം തന്നെ ഇവർക്ക് പലർക്കും വീടടക്കം ഇനി വീട് നിന്ന സ്ഥലം പോലും എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ആ സ്ഥലമാകെ ചിന്നി ചിതറി പോകുന്ന അവസ്ഥയിലൊക്കെയാണ്. അവർക്ക് പുതിയ ഭൂമി കണ്ടെത്തേണ്ടി വരും, അവർക്ക് പുതിയ വീട് വെച്ചു നൽകേണ്ടി വരും. അതടക്കമുള്ള വലിയ ഉത്തരവാദിത്വം സർക്കാരിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിലുണ്ട്. മോഹനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ മോഹൻ, താങ്കൾക്ക് ഏത് തരത്തിലാണ് നമുക്ക് ഇവരെ ചേർത്ത് നിർത്താൻ കഴിയുന്നത്? നമ്മൾ കഴിയുന്നിടത്തോളം അവർക്ക് സഹായം ചെയ്യുക. എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ആ മനുഷ്യന്മാരെ എല്ലാം ഒന്ന് കൈപിടിച്ച് ഉയർത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഹലോ, ശരി, പറഞ്ഞോളൂ താങ്കൾ. ഈ ഇത്രയും കഷ്ടപ്പാട് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരാ നിലയിൽ എത്തിയിട്ടുണ്ടാവും. അതെല്ലാം നശിച്ചില്ലേ? അതെല്ലാം വിചാരിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. അവരെ നമ്മളെല്ലാരും കൂടിയിട്ട് കഴിയുന്നത് ചെയ്ത് ഇതിന്റെ അകത്ത് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. നമ്മൾ കഴിയുന്നത് കൊടുത്തിട്ട് അവരെ കൈപിടിച്ച് ഉയർത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ജിഗേഷ് ആണ് മലപ്പുറത്തു നിന്നും. ശ്രീ ജിഗേഷ്, നമ്മളെല്ലാം പെട്ടെന്നൊരു നിമിഷം നമ്മുടെ വീട് നിൽക്കുന്ന ഭൂമിയും അടക്കം എല്ലാം ഇല്ലാതെയായി തീർന്നാൽ, നമ്മുടെ ഉറ്റ ബന്ധുക്കളെ ആകെ നഷ്ടപ്പെട്ടു പോയാൽ ആ നിസ്സഹായത നിൽക്കേണ്ടി വന്നുള്ള അവസ്ഥ പോലും നമുക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ രാജേഷ് ആണ് കാവാലത്ത് നിന്നും. ശ്രീ രാജേഷ്, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ 5 വർഷങ്ങൾക്ക് മുമ്പ് ഗാൽഗിൽ റിപ്പോർട്ട് പ്രകാരം സർക്കാരിനൊരിത് കൊടുത്തതല്ലേ, 27% ഡിഗ്രിയിൽ തിരിഞ്ഞുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ താമസിക്കരുത് എന്നുള്ളത്. പക്ഷെ അത് സർക്കാർ കൈക്കൊള്ളാഞ്ഞുകൊണ്ടല്ല ഇപ്പൊ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. ഹലോ, കേൾക്കാവോ? ശ്രീ രാജേഷ്, നമുക്ക് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അത്തരം കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കേണ്ടതുമാണ്. പക്ഷേ നമുക്ക് ഈ സമയത്ത് നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് കടക്കാനാവില്ല. ഈ സമയത്ത് നമുക്ക് പറ്റി എന്തുകൊണ്ട് പറ്റി എന്നുള്ളത് ചർച്ച ചെയ്യാനുള്ള സമയമായിട്ടില്ല. അത് ആ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താന്ന് ചോദിച്ചാൽ, ഇവരെ എത്രയും പെട്ടെന്ന് താമസയോഗ്യമായ സ്ഥലങ്ങള് അവർക്ക് സ്വന്തമേ സ്വല്പ സ്ഥലവും വീടും കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ക്യാമ്പായിട്ട് നടത്തി അവരുടെ ജീവിതകാലം മൊത്തം ഒരു ക്യാമ്പായിട്ട് പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പലപ്പോഴും ഇത്തരം ദുരിതത്തിന് പെടുന്നവരെ ചില ക്യാമ്പുകളിൽ എത്തിച്ചിട്ട് ആ ക്യാമ്പുകളിൽ തന്നെ എത്രയോ കാലം കഴിയേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ജാഗ്രത വേണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം തന്നെയാണ്. എത്രയും വേഗം അവരെ സുരക്ഷിതമായ സ്വന്തം ഇടങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള ഉത്തരവാദിത്വം സർക്കാരിനും നമുക്കും എല്ലാവർക്കുമുണ്ട്. ശ്രീ ബിനു പ്രശാന്താണ് നെടുമങ്ങാട് നിന്നും. ശ്രീ ബിനു, താങ്കൾക്ക് പറയാം. സാർ, ഇത് ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ നിന്നാണ്, നമ്മുടെ നഗരസഭയിൽ നിന്നാണ് വിളിക്കുന്നത്. സാർ, ഇത് കണ്ടപ്പോൾ തന്നെ വളരെയേറെ ദുഃഖം മാത്രമല്ല സാർ, നമ്മുടെ ഈ പത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്, കാൽക്കീഴിലെ ഭൂമി ഒലിച്ചു പോയി എന്ന് പറയും പോലെ അക്ഷരാർത്ഥത്തിൽ അവിടെ നഷ്ടപ്പെട്ടവർ സാർ, അവിടെ അവർക്ക് ലാൻഡ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് സാർ. ഇത് നമ്മള് വളരെ സത്യം പറഞ്ഞാൽ ദുഃഖം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ ഗാഡ്ഗിൽ കരാർ, ഞാൻ കൂടുതൽ വാചാലമാകുന്നില്ല, ഗാഡ്ഗിൽ കരാറിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലൊന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു സാർ. അത് കുറച്ച് എന്താണ് നമ്മളിത് കുറച്ച് മനസ്സിലാക്കണം, നമ്മൾ അധികാരികളായാലും നമ്മളായാലും. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ സാർ. ദുഃഖമാണ് സാർ, വളരെ ദുഃഖം, സഹിക്കാൻ കഴിയുന്നില്ല.
നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെയൊക്കെ നമ്മളെ കൊണ്ട് ഇനിയിപ്പോ കുറച്ച് റെസ്ക്യൂസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ വേറെ ഇതിന് മിലിറ്ററിയുടെയൊക്കെ ശ്രമം വളരെ ശ്ലാഘനീയമാണ് സാർ. ഇത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇറങ്ങി എല്ലാ മേഖലകളിലും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക. പക്ഷെ നമ്മളെ നിങ്ങളുടെ ഈ പിന്നെ ന്യൂസ് 8 തന്നെ കാണുന്നുണ്ട്, കമ്പും ചെളിയും മരങ്ങളും എല്ലാം വന്ന് അടിഞ്ഞ് കിടക്കുന്നത്. എത്രത്തോളം വേഗം പിന്നെ മരിച്ചവരുടെ ബോഡി കണ്ടെത്താൻ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ സാർ. ശരി, ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, വല്ലാത്ത ഒരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ് നാടാകെ. ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചു പിടഞ്ഞു പോകുന്ന കാഴ്ചകളാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ദൃശ്യങ്ങൾ തന്നെ മൃതദേഹങ്ങൾ നീക്കുന്ന, ഒരിക്കലും കണ്ടിരിക്കാൻ കഴിയാത്ത നിരവധി ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം ഒഴിവാക്കിയാണ് ഞങ്ങൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സംപ്രേഷണം ചെയ്യുന്നത് തന്നെ. അത് കാണാൻ ഒരു മനുഷ്യന് അത്രത്തോളം പ്രയാസമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. പക്ഷേ ആ പ്രയാസമുണ്ടാക്കുന്ന ആണെന്ന് പറയുമ്പോഴും ആ ചെയ്യാൻ തുടങ്ങിയ മൃതദേഹങ്ങൾ പോലും കാടിനുള്ളിൽ നിന്ന്, പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് മനുഷ്യർ പോയി തെരഞ്ഞ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാമാണ് ഈ നാട്ടിൽ മരണസംഖ്യ ഉയരുന്നതിനനുസരിച്ച് അങ്ങനെയാണ് എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അത്രത്തോളം വലിയൊരു അവസ്ഥയിലാണ്, അത്രത്തോളം അസ്വസ്ഥമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമുക്ക് TV പോലും ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊക്കെ കുറച്ച് നല്ല കഠിനഹൃദയം തന്നെ, പക്ഷേ ഇത് താങ്ങാൻ പറ്റുന്നില്ല. ഒരു വല്ലാതെ ഒരു വിഷമം. നമ്മൾ ഓരോ മനുഷ്യനും മനസ്സിലാക്കണം ഇത്. നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഓരോരോ ആളുകളും നമ്മൾ എന്തൊക്കെ കളി കളിക്കുന്നു, നമ്മൾ കണ്ട നിസ്സാര സമയം കൊണ്ട് എന്തൊക്കെയാ സംഭവിച്ചത്. ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി അവർക്ക് നമുക്ക് പിന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് നല്ല ഭക്ഷണമോ വെള്ളം എത്തിക്കുക. അതുപോലെ തന്നെ ഈ രക്ഷപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഉടുക്കാൻ തുണി വരെയുള്ള ആൾക്കാരുണ്ടാവും, അവരുടെ കാര്യം ശ്രദ്ധിക്കുക. നമ്മളല്ലാതെ ഇനി പിന്നെ സംഭവിച്ചതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇനി പ്രത്യേകം ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയും ഇതേപോലെ വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഇനി നമ്മുടെ നാട്ടിൽ ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ വേണ്ട എല്ലാ നടപടിയും സ്വീകരിക്കുക. ആ മരിച്ച ആൾക്കാർക്ക് ഒന്നുകൂടി ആദരാഞ്ജലി അർപ്പിക്കാൻ നമുക്കൊന്നും ചെയ്യാനില്ല. ശ്രീ ദാസൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുകയാണ്. Thank you for coming. It's a terrible tragedy for Wayanad, for Kerala and for the nation. We've come here to see the situation. It's quite a painful experience to see how many people have lost family members, lost houses. It's very difficult to speak to people in these circumstances because really you don't know what to say to them, you know. So it's been quite a difficult day for me, but we are going to try and help make sure that the survivors get what is their due. A lot of them want to be relocated, so I hope the government takes that into account. There is still a lot of work to be done here, but it's a huge tragedy. I'd like to thank all the people who are working here, the doctors, the nurses, the administration, volunteers. I'm very proud of everyone who's working here, but it's very, very sad to see. Well, let's see. I mean, to me, this is a national disaster for sure. But let us see what the government says. Look, I don't think this is the place or the time to talk about political issues. People here require help. So I think the time right now
is to make sure that all the assistance comes. There are people here who are in shock. They need medical assistance. So I think those are the things we should be discussing. Let me finish. I'm not interested in politics right now. I'm interested in the people of Wayanad. I'm interested in them getting the best possible care, best possible protection, and being looked after for the future. I feel how I felt when my father died. That I've seen so many people. I remember what I felt when my father died. And here people have not just lost a father. They've lost the whole family, entire family, brother, sister, mother, father. So I know what I felt, and this is much worse than that. And it's not one person who's feeling it, it's thousands of people who are feeling it. So it's very, very sad. And I think we all owe these people respect, affection, and we should all be standing with them. And I'm very proud that a lot of people are standing with the people of Wayanad. In fact, the whole nation's attention is towards Wayanad, and I'm sure that the whole nation is going to help the people of Wayanad. Thank you very much. आपने ये यहाँ पे देखा है, लोगों से मिला है और राहुल जी पूरे से कनेक्टेड है, आपको कैसा लगा और क्या कहेंगे? It's an immense tragedy. We met a little boy who was holding on for 6 hours trying to save his mother, and he failed. Not just his mother, his whole family. His whole family, and he managed to save his grandmother, but he failed to save his mother. We can only imagine the kind of pain that people are suffering. And as my brother said, they've lost their entire families. So we are here to give as much comfort and support as we can, to help in any way we can. And I am also very proud to see how everybody is coming together, not just from Wayanad and from Kerala, but from the whole country, to help everybody who is going through this. And I think that at times like this, all of us should just do everything that we can to support our countrymen and those who are suffering. There's been a big tragedy in Himachal as well today. I think perhaps over 40 people have passed away there as well in a very similar situation. So our condolences and wishes for them also to get over this tragedy as best they can, and all our support and help to everybody. And I just have no words actually. Ma'am, there are so many there are so many kids who lost their whole family. Do you have anything in mind for them? So our state governments have also offered help. We are helping from here, and of course the administration here is also doing all they can. And when we're here tomorrow, we are thinking of sitting down and just chatting out how many affected people there are, what all we can do, what help is coming, how much support is coming, and how we can assist especially the children who are left on their own. What would be the mitigation measures? What are we going to do if you choose to? I think one thing is very clear, that everybody who has been affected, who is living in this area, most of them are saying that they don't want to go back and live in the same area, because it's not the first time it's happened there. So I think we'll have to think of some solution where they can be rehabilitated in a safer area. Will you be staying back here? Yeah. Came back. രാഹുൽ ഗാന്ധിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുമാണ് പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി ദുഃഖത്തിൽ പങ്കുചേരുകയും രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്ന മുഴുവൻ പേർക്കെയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുകയും ഒപ്പം ഈ സമയത്ത് രാഷ്ട്രീയം പറയേണ്ടതല്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നു. എന്തായാലും ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. എങ്ങനെയാണ് വയനാടിനെ പുനർനിർമ്മിക്കേണ്ടത്, അതിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി തേടുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
ഒറ്റ നിമിഷം കൊണ്ട് ജീവിതമാകെ തൂത്തെറിയപ്പെട്ട വയനാട്ടിലെ മനുഷ്യർക്ക് അവരെ ചേർത്ത് നിർത്താൻ, അവർക്ക് കരുതലാവാൻ, വയനാടിനെ പുനർനിർമ്മിക്കാൻ എങ്ങനെ എന്ന അഭിപ്രായം തേടുകയാണ് ന്യൂസ് 18 പൊതുവേദി. ശ്രീ ബീരാൻ മൗലവിയാണ് എറണാകുളത്ത് നിന്നും. ശ്രീ ബീരാൻ മൗലവി, താങ്കൾക്ക് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്കൊരു ഒരുമ ഉള്ള രാജ്യമാണ് കേരളം, മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്. ആ ഒരുമയോടുകൂടെ ഇതിനെ നേരിടാനും അത് ദുരന്തത്തിൽ നിസ്സഹായരായ ആളുകളെ സഹായിക്കാനും കേരളത്തിലെ മനുഷ്യര് മനസ്സുണ്ട്, അവർ ചെയ്യും. ഞാനെ സംബന്ധിച്ചിടത്തോളം കേരള മുസ്ലിം സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യുകയും മറ്റ് അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യും എന്നറിയിക്കുകയും ആ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുകയാണ്. വിഷമിക്കുന്ന ഹൃദയം, എത്ര വിഷമമെന്ന് പറയാനോ പറഞ്ഞറിയിക്കാനോ കഴിയാത്ത വിഷമവും പ്രയാസവും അവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്നവർ അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങളില്ലാത്ത ഒരു പ്രയാസം. ആ പ്രയാസത്തിന് അവർക്ക് ശമനം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ഒത്തൊരുമയോടുകൂടെ നിൽക്കാൻ കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യരും തയ്യാറാകും. അത് നമ്മുടെ നാടിന്റെ ഒരു മഹത്വമാണ്. അതിന് എല്ലാവിധ സഹകരണവും സഹായവും രാജ്യത്തു നിന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ശ്രീ ബീരാൻ മൗലവി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മരിച്ചുപോയവർ മരിച്ചുപോയി, പക്ഷേ അവരുടെ ഉറ്റവരുണ്ടല്ലോ, നിസ്സഹാരായി നിൽക്കേണ്ടി വരുന്ന മനുഷ്യർ, അവരുടെ മാനസിക വ്യഥയാണ് ഏറ്റവും വലിയ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനയടക്കം ഇതിൽ ഒരുമിച്ച് നിൽക്കാമെന്ന് പൊതുവേദിയിലൂടെ പറയുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരാണ്, ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ചേർന്നാണ് കേരളത്തെ നല്ല മനുഷ്യരുടെ നാടായി, ഒരു ദുരന്തം വരുമ്പോൾ മറ്റെല്ലാം മറന്ന് ഒന്നിച്ചു നിൽക്കുന്ന മനുഷ്യരുടെ നാടായി ഈ നാടിനെ മാറ്റിത്തീർക്കുന്നത്. ഷക്കീറാണ് കോഴിക്കോട് നിന്നും. ശ്രീ ഷക്കീർ, താങ്കളുടെ കോഴിക്കോടുമായി വളരെ അടുത്ത ഒരു സ്ഥലം കൂടിയാണ് വയനാട്. അവിടെയാണ് ഈ മുണ്ടക്കയിലൊക്കെ ഈ വലിയ ദുരന്തം ചൂരൽമലയിലും ഒക്കെ ഉണ്ടായത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ ഈ തോട്ടം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചൂരൽമല, ഈ മേപ്പാടി, വടുവഞ്ചാല് എന്നീ ഗ്രാമങ്ങളിലൊക്കെ പോണ ഒരു മനുഷ്യനാണ്. ഹലോ, താങ്കൾ പറഞ്ഞോളൂ, കേൾക്കാം. അപ്പോ അവിടെ നിന്ന് നമ്മൾക്ക് എന്താണോ, നമ്മളെല്ലാരും മനുഷ്യരാണ്, ജാതി മതഭേദമന്യേ നമ്മളെല്ലാരും മനുഷ്യരാണ്. ഞാന് ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു അല്ലാത്ത വേറെന്തിൻ്റെതോ ഒന്നുമല്ല പറയുന്നത്. നമ്മളെല്ലാരും മനുഷ്യരാണ്. അവിടെ നിന്നിങ്ങാണ് നമ്മളെ സഹോദരിമാരെയൊക്കെ രക്ഷപ്പെടുത്തുന്നത് കണ്ടിട്ട് കണ്ണുനീര് വരിക. കാരണം എന്ത് മിൽഫിക്കാരുണ്ട്, നമ്മളെ പോലത്തെ സാധാരണക്കാരുണ്ട്, എല്ലാരും ഉണ്ട്. എന്നാലും അവരെ രക്ഷപ്പെടുത്തുന്നത് കണ്ടിട്ട് കണ്ണുനീര് വരിക. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ തോട്ടം ലീസിനെടുക്കുന്ന ഒരാളായിരുന്നു. തോട്ടം താങ്കൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയിട്ടുള്ള ആളാണ് പലതവണ അല്ലേ? ഞാൻ 5 കൊല്ലം പോയൊരു മനുഷ്യനാ. 5 കൊല്ലം അവിടെ മേപ്പാടി, വടുവഞ്ചാൽ, നമ്മളെ സൂചിപ്പാറ എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയി തോട്ടെടുക്കുന്ന ഒരാളാ. പക്ഷേ ഇപ്പൊ നമ്മൾ ഇതിന്റെ കണ്ണിന്റെ മുന്നിൽ ഈ ന്യൂസ് കണ്ടപ്പോ എനിക്കൊരു വേദന തോന്നി. എന്താ അറിയോ? കാരണം അവിടെ രാഷ്ട്രീയം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹലോ, ശരി, താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സമയത്ത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമോ മറ്റു വിഷയങ്ങളോ ഒന്നും പറയേണ്ട ഒരു സമയമല്ല. ആവശ്യം അവിടെ അല്ല. നമ്മളേത് പാർട്ടി ആയിക്കോട്ടെ, നമ്മളേത് ജാതി ആയിക്കോട്ടെ, നമ്മളേത് മതമായിക്കോട്ടെ, നമ്മളെല്ലാരും ഒരു മനുഷ്യരാണ്. അതെ, ആത്യന്തികമായി നമ്മളെല്ലാം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറം മനുഷ്യരാണ്. അത് തന്നെയാണ് ഓർക്കേണ്ടത്. കോട്ടയത്ത് നിന്ന് ശ്രീ സെബാസ്റ്റ്യൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ, എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. അപ്പോഴും നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം
സർവ്വസന്നാഹങ്ങളും ഒരുക്കി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ എത്രയോ പേരുടെ സ്വപ്നങ്ങൾ, എത്രയോ പേരുടെ ജീവിതങ്ങളാണ് ഒറ്റ നിമിഷം കൊണ്ട് തകർത്തെറിയപ്പെട്ടത്. ഈ മരണപ്പെട്ടവരെക്കാൾ എത്രയോ ഭീതിതമാണ് ജീവിച്ചിരിക്കുന്ന ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ. അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, എനിക്ക് പറയാനുള്ളതേ, ഹലോ പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് സാറേ, അവിടെ വയനാട്ടിലെ പുനരധിവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ അവിടെ പോയ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത് പിന്നെ ഒരു 2-3 വർഷം കഴിയുമ്പം വീണ്ടും ഇങ്ങനെ ദുരന്തം വരികയാണ്, നമുക്ക് താങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് അങ്ങനെ വീട് തീർത്ത് പോയവരെ ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ സ്ഥലം അല്ലെ വേറെ മേടിച്ചോ എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം തന്നെയാണ് ശ്രീ സെബാസ്റ്റ്യൻ വെച്ചത്. ഇനിയെങ്കിലും ഇവർക്ക് വീട് വെച്ച് നൽകുമ്പോൾ ഭാവിയിൽ ഇത്തരത്തിലേക്കുള്ള ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് മാറി സുരക്ഷിതമായ ഇടങ്ങളിൽ വേണം ഇവർക്ക് വീട് വെച്ച് നൽകാൻ എന്നുള്ളത്. വീട് നിന്ന സ്ഥലത്ത് തന്നെയോ അല്ലെങ്കിൽ അതിനടുത്തോ വീട് വെക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് ഭാവിയിൽ ഇങ്ങനെ ഒരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത്. ശ്രീ ബേബിയാണ് പുതുപ്പാടിയിൽ നിന്നും. ശ്രീ ബേബി, താങ്കൾക്ക് പറയാം. ഹലോ, ഞാൻ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ വയനാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. ഏതാണ്ട് ഇതിന്റെ അടുത്തൊരു പ്രദേശമായിരുന്നു, കാരാപ്പുഴ ഡാമിനടുത്ത്. 84 ഇതുപോലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഞാൻ സജീവമായിട്ട് അവിടെ പോയാലാണ്. അന്ന് ചാനലോ മറ്റു വാർത്താമാധ്യമങ്ങളും ഇത്ര ഇല്ല. ഏതായാലും അന്ന് കുറച്ചുപേർ ഒഴുകിപ്പോയി, കുറച്ചുപേരുടെ ഒരാളുടെ കാല് കിട്ടി, ഒരു കുഞ്ഞിന്റെ കൈ കിട്ടി. പക്ഷെ ഇന്നത്തെ കാര്യം അതല്ല. ഹൃദയഭേദകമായിട്ട് തോന്നുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നല്ല കൂട്ടായ്മയോടുകൂടി പരിശ്രമിച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. വളരെ ലോകത്തിന് മാതൃകാപരമായിട്ടാണ് നടക്കുന്നത്. അവിടെ രാഷ്ട്രീയമോ കക്ഷിഭേദമോ ഒന്നുമില്ലാതെ ഇത് തുടർന്നു പോകണം. അവരുടെ പുനരധിവാസം വരെ ഈ കൂട്ടായ്മ വേണം. എല്ലാവരും സഹകരിക്കണം. ഇപ്പോൾ ഓടിക്കൂടുന്നത് പോലെ ഇപ്പൊ ഒത്തിരി പേര് ഭക്ഷണവും മറ്റു സാധനങ്ങളെല്ലാം എത്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഓവറായി പോകരുത്. അതിനൊക്കെ അവിടെ കൺട്രോൾ ചെയ്യാനൊക്കെ ആള് വേണം, അത് കൈകാര്യം ചെയ്യാൻ. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ അതിനൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വയനാട് നിന്നും ശ്രീ സതീഷ് ബാബു കൂടി ചേരുന്നുണ്ട്. ശ്രീ സതീഷ് ബാബു, താങ്കൾ വയനാട് എവിടെയാണ്? നമസ്കാരം സാറേ, ഞാൻ വയനാട് അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഇപ്പുറത്താണുള്ളത്. ഈ സ്ഥലത്തൊക്കെ മേപ്പാടിയിലും ചൂരൽമലയിലും ഒക്കെ താങ്കൾ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ താങ്കൾ പോയിട്ടുള്ളതാണോ? ഞാൻ ഇഷ്ടംപോലെ പോയതാണ്. കഴിഞ്ഞ പുത്തുമല അപകടം ഉണ്ടായ സമയത്ത് ഞാൻ അവിടെ ആ സമയത്ത് പോയതാണ്. ഈ വർഷം മാത്രം ഞാൻ പോയില്ല. കാരണം അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. കാരണം മറ്റുള്ളവർക്ക് ഒരു തടസ്സമാവില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ കുറെ ആൾക്കാർ ഒഴിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഇവിടുന്ന് സന്നദ്ധ സംഘടനകളൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. സാർ, ഞാൻ പറയാനുള്ള ഒരു കാരണം, നമ്മളിപ്പോൾ എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. പക്ഷെ ഞാൻ വയനാടിനെ സംബന്ധിച്ച് വയനാടിനെ ഒരു അവഗണിക്കുന്ന പോലുള്ള ഒരു തോന്നലാണ് നമുക്ക് എപ്പോഴും വയനാട്ടുകാർക്കുള്ളത്. ഒരു റോഡ് സംവിധാനം സാർക്ക് അറിയാലോ. ഒരു റോഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ രാത്രി യാത്രാ നിരോധനം കൊണ്ട് വയനാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു മഴ നന്നായിട്ട് പെയ്ത് കഴിഞ്ഞാൽ ചുര ഇടിയുന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു സൈഡിലേക്ക് യാത്രാമാർഗം ആകെയുള്ളത് റോഡ് മാർഗം മാത്രമാണ്. മറ്റൊരു തരത്തിലുള്ള യാത്രാമാർഗവും വയനാടിനെ സംബന്ധിച്ചില്ല. ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. ഒരു മെഡിക്കൽ കോളേജ്, ഇത്ര കാലമായിട്ട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ സംഭവം, സാർ ഒരു കാര്യം ചെയ്യണം. ഇത് കഴിഞ്ഞാലെങ്കിലും ഒരു ചർച്ച വെക്കണം സാറേ. കാര്യം ഒരു മെഡിക്കൽ കോളേജ് വയനാട്ടിലുണ്ട്. ആ മെഡിക്കൽ കോളേജിലേക്ക് എത്ര രോഗികളെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് സാറിന് ചർച്ച നടത്തുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും വിഷമത്തോടെ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം വയനാട് ജില്ലയെ സംബന്ധിച്ച് ഒരു പന്ത് തട്ടുന്ന പോലത്തെ ഒരു തട്ടല് എല്ലാ സമയത്തും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കാലത്തും എല്ലാവരും വയനാട് ജില്ല എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ എന്ന് തന്നെ, അല്ലെങ്കിൽ ഇത് ആവശ്യമാണോ എന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കുന്നത്. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വയനാടുകാർക്ക് വയനാടിന് മറ്റ് ജില്ലകളെ പോലെയുള്ള മറ്റ് സൗകര്യങ്ങൾ, ആശുപത്രി അടക്കമുള്ള സൗകര്യങ്ങൾ, റോഡ് സൗകര്യം ഒക്കെ അപര്യാപ്തതയുണ്ട്. ആ വിഷയം പ്രധാനപ്പെട്ടതാണ്. അത് ഈ ദുരന്തം കഴിഞ്ഞാൽ അതെല്ലാം വീണ്ടും പരിശോധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അത് അങ്ങനെ കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കേണ്ട വിഷയം തന്നെയാണ്. ഉണ്ടെങ്കിൽ എന്നുള്ളതല്ല, വയനാടിനെ സംബന്ധിച്ച് എത്ര കുറവുകളുണ്ട്, അത് പരിഹരിക്കേണ്ട വിഷയം തന്നെയാണ്. ഹാരിസ് ആണ് മലപ്പുറത്ത് നിന്നും. ശ്രീ ഹാരിസ്, എല്ലാവരും ദുഃഖഭരിതമായി നിൽക്കുന്ന ഈ വേളയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ സൗദിയിൽ നിന്ന് വിളിക്കുന്ന ജിദ്ദന്ന്, മമ്പാടാണ് വീട്. ശരി, ഓക്കെ, പറഞ്ഞു. ഞങ്ങൾ ചാലിയാറിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഒരു 500 മീറ്റർ അടുത്താണ് എന്റെ വീട്. ചാലിയാർ 1-1.5 മമ്പാട് ഓടാക്കി റെഗുലേറ്റർ കംപ്ലീറ്റ് മയത്തുകൾ അവിടെ കിട്ടിയത്. ശരിക്കും വയനാട് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാലും അവർക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം കൂടി ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ഒരു മെഡിക്കൽ കോളേജാണ് പ്രധാനം. പിന്നെ ഈ
പൊട്ടി വീണ സ്ഥലത്തു നിന്നൊക്കെ, ഉരുൾപൊട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ എല്ലാ കുടുംബങ്ങളെയും ഒഴിപ്പിച്ചിട്ട് വേറൊരു അവർക്കായിട്ട് പ്രത്യേക ഒരു സ്ഥലം ഏറ്റെടുത്തിട്ട് അവിടുത്തെ ആൾക്കാരെ സെപ്പറേറ്റ് ഒരു താമസിക്കാനുള്ള സൗകര്യം. ശരി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇവർക്കെല്ലാം എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ചാക്കോയാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ ചാക്കോ, താങ്കൾക്ക് പറയാം. സാറേ, ഈ അവിടെ രാഷ്ട്രീയം പറയുന്നു സാറേ, അത് പറയാതിരിക്കാൻ പറയണം. പാവങ്ങൾ കിടന്ന് വലയുന്ന അവരെ സഹായിക്കാൻ പറ. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ സമയത്ത് രാഷ്ട്രീയം പറയേണ്ടതോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ പറയേണ്ടതോ തർക്കിക്കേണ്ടതുമായ സമയമല്ല. ഇത് പാവങ്ങൾ വലഞ്ഞു നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ എന്റെ വൈഫ് മരിച്ചിട്ട് 77 മാസമായി ഞാൻ തന്നെ ഈ വീട്ടിൽ കഴിയുന്നത്. വിഷമം വന്നവർക്ക് വിഷമത്തെ പറ്റി അറിയാനൊക്കൂ. ഒരു രാഷ്ട്രീയം പറയാതെ പാവങ്ങളെ സഹായിക്കാൻ പറ. ശരിയാണത്. ഉറ്റവരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന വേദന, അതുണ്ടാക്കുന്ന അരക്ഷിതബോധം, അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ, സ്വസ്ഥമായൊന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത എത്രയോ മനുഷ്യരുണ്ട്. അത്തരം കുറേ മനുഷ്യർ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. പ്രേക്ഷകയാണ് ജയശ്രീയാണ്. ശ്രീ ജയശ്രീയാണ് ഹുസൂറിൽ നിന്നും. ശ്രീ ജയശ്രീ, കണ്ടിരിക്കാൻ കഴിയാത്തത്ര നെഞ്ചുപിടഞ്ഞു പോകുന്ന കണ്ണുനീർ പൊടിഞ്ഞു വരുന്ന കാഴ്ചകളാണ് മുന്നിൽ. നമുക്കിവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണ്ടേ? ന്യൂസ് തുറന്നാൽ ഇതേ കാണുന്നുള്ളൂ. ശരിക്കും നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന പിഞ്ചു കുട്ടികളുടെ കൈയൊക്കെ കാണാൻ നമുക്ക് എത്ര വേദന ഉണ്ടാവും. ശ്രീ ജയശ്രീ, യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ദൃശ്യങ്ങളുടെ ഒരു 10% പോലും മാത്രമാണ് ഞങ്ങൾ കാണിക്കുന്നത്. അത്തരം ദൃശ്യങ്ങളെല്ലാം ഒഴിവാക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങളുമൊക്കെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ആയാലുമൊക്കെ അങ്ങനെ മൃതദേഹങ്ങളുടെ വരുന്നത് ആർക്കും കണ്ടിരിക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ സ്ഥിതി നമ്മൾ ഈ കാണുന്നതിനേക്കാളും എത്രയോ ഭീതിതമാണ്, എത്രയോ ഭീകരമാണ് എന്നതുകൂടി ഓർക്കണം. അതൊക്കെ മനുഷ്യർ തന്നെ പോയി ആ മൃതദേഹഭാഗങ്ങളുമൊക്കെ നീക്കം ചെയ്തുകൊണ്ട് ഇരിക്കുകയുമാണ്. നമ്മളെ പാവപ്പെട്ട നമ്മളെ പോലുള്ള ആൾക്കാരെ സഹായിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ല വീടൊക്കെ വെച്ചിട്ട് പുനരധിവസിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ശരി, കുഞ്ഞബ്ദുള്ളയാണ് ഹുസൂർ കാസർഗോഡ് നിന്നും ചേരുന്നത്. ശ്രീ കുഞ്ഞബ്ദുള്ള, താങ്കൾക്ക് പറയാം. ഒന്നുമില്ല, നേരത്തെ ഒരു ഷക്കീർ എന്താ പറയുക, ഈ രാഷ്ട്രീയം പറയുമ്പോൾ അപ്പോഴാണ് ഡിസ്കണക്ട് ചെയ്യുക. നമ്മളൊക്കെ വേദനയോടെ കാണുന്ന രംഗമാണിത്. അപ്പൊ ഈ ആവശ്യമില്ലാതെ ഈ രാഷ്ട്രം പറയുന്ന അപ്പോൾ തന്നെ ഡിസ്കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ശരി, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഈ തരത്തിൽ തന്നെ ഒരു തരത്തിലും ഒരാളോടും എല്ലാവരോടും പറയുന്നവരോട് ലൈവ് പ്രോഗ്രാമാണ്. ചിലപ്പോൾ ചിലർ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞ ശേഷം മാത്രമേ ഇടപെടാൻ കഴിയൂ എന്നുള്ള ഒരു പരിമിതിയുണ്ട്. എന്താണ് ഒരാൾ പറയുന്നതെന്ന് മുൻകൂട്ടി കണ്ട് ഇടപെടാൻ കഴിയില്ല. നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നിക്കേണ്ട സമയമാണ്. ഒരു തർക്കത്തിനും എന്തുകൊണ്ട് ഇതുണ്ടായെന്നോ അല്ലെങ്കിൽ ഉണ്ടായതിനു ശേഷം എന്ത് പ്രശ്നങ്ങൾ ആർക്കുണ്ട്, ആര് ശരി ആര് തെറ്റ് എന്നൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇത്. അതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്, അത് പിന്നീടാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ അടിയന്തരമായി വേണ്ടത് രക്ഷാപ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയവും മറന്നുകൊണ്ട് മനുഷ്യർ ഒന്നായി നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾക്കൊക്കെ അപ്പുറമാണ് മൃതദേഹങ്ങൾ പോലും നീക്കം ചെയ്യേണ്ടി വരുന്ന മനുഷ്യർ. അത്രത്തോളം നടന്നു പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ചേറിലും ചെളിയിലും വീടുകളുടെ പാറക്കെട്ടുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. ഏത് സമയത്താണ് ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവർക്ക് അപകടം ഉണ്ടാകുന്നത് എന്ന് പോലും അറിയില്ല. ആ സ്വന്തം ജീവൻ പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാബുരാജാണ്. ശ്രീ ബാബുരാജ്, താങ്കൾക്ക് പറയാം. കവളപ്പാറ, എട്ടുമടി. അപ്പൊ ഇതുപോലെ ഇത് വരാതിരിക്കണമെങ്കിൽ ഇനി ഈ കുന്നിൻ മുകളിൽ താമസിക്കുന്നവരെല്ലാം പുനരധിവസിപ്പിക്കണം. മറ്റേ സർക്കാർ ഏറ്റെടുത്തിട്ട് കുന്നെല്ലാം ഏറ്റെടുത്തിട്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിലാക്കി അവരെ അങ്ങോട്ട് വിട്ടു. എല്ലാം സാധാരണ വലിയ സ്ഥലത്താക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാവരും ഇപ്പൊ കുന്നിന്റെ മുകളിലാവുന്നതുകൊണ്ട് അതെല്ലാം കൊത്തിയും ഇളക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ ഇതുണ്ടാവുന്നത്. ഇത് നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് നമുക്കിപ്പോ പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഇമോഷൻ ആയി പോകുന്നു. ശരി, ശ്രീ ഫിറോസ് ആണ് മലപ്പുറത്തു നിന്നും. ഫിറോസ്, മനുഷ്യന് സാമാന്യ മനുഷ്യത്വ ബോധമുള്ള ഒരു മനുഷ്യനും താങ്ങാൻ കഴിയുന്ന കാഴ്ചകളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഭീതിതമായ കാഴ്ചകളാണ്. കേരളത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ, ഉത്തരാഖണ്ഡിലും ഇപ്പോഴും അവിടെയും ഒരു ദുരന്തമുണ്ടായിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും അതോടൊപ്പം തന്നെ ഈ ഹിമാചലിലും ഒക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ലേയിലും ഒക്കെ ഉണ്ടാവുന്ന സമാനമായ ദുരന്തത്തിലേക്ക് കേരളം വീണുപോയിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, ഇത് തന്നെയാണ്. അതായത് നമ്മള് വളരെ ദൂരമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ട്
കേട്ടൊക്കെ ചെയ്യാന്നല്ലാണ്ട് ഇത് നമ്മുടെ മൂക്കിന് താഴെ ഇങ്ങനെ നടക്കുമ്പോൾ റിയലി ഷോക്ക്ഡ്. ഇതില് ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവിടെ റിഹാബിലിറ്റേറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ ഒരു വീട് വെച്ച് കൊടുക്കല്ല. അങ്ങനത്തെ റിസ്ക് കുറഞ്ഞ വയനാട്ടിൽ ഒരുപാട് ഇങ്ങനത്തെ എൻവയറമെന്റിൽ സെൻസിറ്റീവ് ഏരിയ ഉള്ളത് കാരണം ഇങ്ങനത്തെ ഇനി ഇവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു റിസ്ക് കുറഞ്ഞ തീരെ ഇല്ലാത്തൊരു സ്ഥലം നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. റിസ്ക് ഇല്ലാത്ത കുറഞ്ഞ സ്ഥലത്തേക്ക് ഇവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യായിരിക്കും നല്ലത്. ഇവിടെ തന്നെ ഇനി കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, അതൊരു മീനിങ്ലെസ് ആണ്. അപ്പം റിഹാബിലിറ്റേറ്റ് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിക്കൂടെ? മറ്റു പല സ്ഥലത്തും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. വയനാട്ടില് അങ്ങനത്തെ ഒരു സ്ഥലം നോക്കിയിട്ട് ഈ മൊത്തം താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇത്തരം അപകടകരമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ അവിടെ നിന്നൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകളൊക്കെ വേണ്ടതാണ്. ഇവരെ തന്നെ ഇനി താമസിപ്പിക്കുന്നത് അത്തരം സ്ഥലങ്ങളിലേക്ക് തന്നെ വേണം അവരെ പുനരധിവസിപ്പിക്കേണ്ടത്. റിസ്ക് കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് തന്നെ വേണം. നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. കോഴിക്കോട് നിന്നും രവിശങ്കറാണ്. ശ്രീ രവിശങ്കർ, താങ്കൾക്ക് പറയാം. താങ്കളുടെ TV മ്യൂട്ട് ചെയ്ത ശേഷം താങ്കൾ സംസാരിക്കാം. കരുനാഗപ്പള്ളിയിൽ നിന്നും അനീഷാണ് ചേരുന്നത്. ശ്രീ അനീഷ്, നമ്മളൊരിക്കലും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലേക്കുള്ള ഒരു ഉരുൾപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയേറെ മനുഷ്യരുടെ ജീവൻ കവർന്ന അപകടങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ്. അത്തരമൊരു വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഞാനും നിങ്ങളും അടക്കം. എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? വളരെ സങ്കടകരമായ അവസ്ഥയാണ് സാർ. താങ്കൾ പറഞ്ഞോളൂ. ഹലോ, വളരെ സങ്കടകരമായ അവസ്ഥയാണ് ഈ കാണുന്നത്. എന്നാലും നമ്മുടെ കേരളത്തിലെ മലയാളികളെല്ലാം നമ്മൾ ഒരു ഒരുമയോടെ സഹോദരങ്ങളെ പോലെ വളരെ നിന്ന് ഈ പ്രയത്നത്തിൽ നിന്ന് ഓരോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോരാടുന്നുണ്ട്. സൈനികര് അങ്ങനെ എല്ലാം രാഷ്ട്രീയത്തിനപ്പുറം ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒരുമിച്ച് പോരാടുന്നു. വളരെ അവരുടെ ദുഃഖത്തിനോട് ചേരുന്ന് നമ്മൾ തിരിച്ചു വരും. നമ്മളെ കേരളം തിരിച്ചു വരും. പിന്നെ ചില പോസ്റ്റുകൾ വളരെ വിഷമിപ്പിക്കുന്നുണ്ട് ചില ഫേസ്ബുക്കിനകത്തൊക്കെ എഴുതുന്നത്. അതൊക്കെ ഏത് സമയത്തും അത്തരം ചില മനുഷ്യരൊക്കെ കാണും. അതുകൊണ്ട് നമുക്ക് അത്തരം പോസ്റ്റുകളെയും അത്തരം മനുഷ്യരുടെ അഭിപ്രായ പ്രകടനങ്ങളെയും അവഗണിക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്നും കാസിമാണ് ചേരുന്നത്. കാസിം, താങ്കൾക്ക് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? കാസിം, താങ്കൾക്ക് പറയാം. സുനിതയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ സുനിത, നമുക്കൊരിക്കലും താങ്ങാൻ കഴിയുന്ന കാഴ്ചകളല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ഉറ്റവർക്ക്, നമ്മുടെ ഉടയവർക്ക്, നമ്മുടെ ഈ കേരളത്തിനുള്ളിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയില്ല ഒരിക്കലും. അത്തരമൊരു വലിയ അപകടത്തിലാണ്. മറ്റു നാടുകളിലൊക്കെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ നാട് സുരക്ഷിതമാണ് എന്ന് കരുതിയിരുന്നതാണ്. അവിടേക്കാണ് ഈ വലിയ ദുരന്തം പെയ്തിറങ്ങിയത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ വാർത്ത ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഒരു അപേക്ഷ. പറഞ്ഞോളൂ. ഒരു അപേക്ഷയുള്ളത്, പിന്നെ പുത്തുമല പെട്ടിമുടി ദുരന്തം ഉണ്ടായില്ലേ? അതെ. അവർക്ക് അവിടെ താമസിച്ചവർക്ക് ഇപ്പോഴും ആ ഭവനങ്ങൾ ഒരുക്കി കൊടുത്ത പൂർണ്ണമായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടില്ലെന്നുള്ള ഒരു അറിവ് ഞാൻ ഇന്നോലെ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അതുപോലെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഉള്ള സഹായങ്ങൾ ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല എല്ലാവർക്കും. ശരി, എന്തായാലും അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. ഇങ്ങനെ വീട് നഷ്ടപ്പെടുന്നവരെ അങ്ങനെ ഒരിക്കലും ഇവർക്ക് ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് ബാക്കി ശേഷിച്ച ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പെട്ടെന്ന് അവർക്കൊരു ഭവനം അല്ലെ ഒരു പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കാനുള്ള കനിവുണ്ടാകണം, ദയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി വേണ്ടിയാണ് വിളിച്ചത്. ശരി, ഇതിന് കനിവും ദയവും ഒന്നും അല്ല വേണ്ടത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടവരുടെ വീട് പുനർനിർമ്മിച്ച് നൽകുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അവർ നമ്മളിൽ ഒരാൾ തന്നെയാണ്. നമ്മൾക്കാണ് നഷ്ടപ്പെട്ടതെങ്കിലും എന്ത് ചെയ്യണോ അത് തന്നെ ചെയ്യേണ്ടതാണ്. ശ്രീധരനാണ് കോഴിക്കോട് നിന്നും. ശ്രീധരൻ, താങ്കളുടെ അടുത്ത ജില്ലയാണ്, താങ്കൾ ചിലപ്പോൾ പോയിട്ടുള്ള സ്ഥലമൊക്കെ ആവും ഇതൊക്കെ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ കോറി മാഫിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആ പരിസരത്ത് ഒരുപാട് കോറി മാഫിയ ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. കോറി മാഫിയ വേണോ? റോഡ് പണി തീർക്കണമെങ്കിൽ കോറി മാഫിയ വേണം.
വേണ്ട എന്നുള്ളതല്ല, അനാവശ്യമായിട്ടുള്ള കോറി മാഫിയ നിയന്ത്രിക്കണം. അതോടൊപ്പം തന്നെ ഈ ചേർത്ത് പിടിച്ച് ഇപ്പോൾ അപകടത്തിൽ മരണപ്പെട്ടവരുടെ എല്ലാ സഹായത്തിനും എല്ലാവരും ഉണ്ടാവണം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ശ്രീധരൻ്റെ വാക്കുകൾ തന്നെ മുറിഞ്ഞു പോകുന്നു. ഏത് മനുഷ്യൻ്റെയും വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ഒരു ദുരന്തത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്നത്. ബീതയാണ് കർണാടകയിൽ നിന്നും. ബീത, താങ്കൾക്ക് പറയാം. ശ്രീ ബീത, താങ്കൾക്ക് പറയാം. ഹലോ സാറ്, പറഞ്ഞോളൂ. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് സാറേ കാണുന്നത്. ഹലോ ഹലോ സാർ, ഇപ്പൊ ഇവിടെ കർണാടകയിൽ തന്നെ ശിരൂരില് ഇതേ സെയിം ഒരു 10-12 പേര് മരിച്ചില്ലേ? ഹലോ, പറഞ്ഞോളൂ. വീതയുടെ ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. എന്തായാലും ബെയിലി പാലം ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഏത് സമയത്തും അതിൻ്റെ യാത്രയ്ക്ക് സജ്ജമാകാൻ കഴിയും, സഞ്ചാരയോഗ്യമാകുമെന്ന് പറഞ്ഞിരുന്നു. പട്ടാളം നിന്ന നിൽപ്പിൽ ഒരു പാലം നിർമ്മിച്ചു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിർമ്മാണം, ഇന്നലെ ആരംഭിച്ച നിർമ്മാണം ഇന്നിപ്പോൾ ഉച്ചകൊണ്ട് പൂർത്തിയായിരിക്കുന്നു. ബെയിലി പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് വലിയ വാഹനങ്ങൾ, യന്ത്രങ്ങളൊക്കെ, തിരച്ചിൽ യന്ത്രങ്ങളൊക്കെ എത്തിക്കാൻ കഴിയും. തിരച്ചിൽ യന്ത്രങ്ങൾ ഇനി എത്തിച്ചെങ്കിൽ മാത്രമേ മണ്ണ് നീക്കാൻ കഴിയുന്ന വലിയ യന്ത്രങ്ങൾ വേണം. അത്തരം യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മണ്ണും പാറയും ഒക്കെ നീക്കി അതിനിടയിൽ കുരുങ്ങിക്കിടക്കരുന്ന മനുഷ്യരുടെ മൃതദേഹങ്ങളെ, ആരെങ്കിലും ജീവനോടെ അപൂർവം പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷിക്കണമെങ്കിൽ ഇത് ഏറ്റവും അനിവാര്യമാണ്. ഇത്രയും കാലമുണ്ടായിരുന്ന പ്രശ്നം, ഏതാനും ഉപകരണങ്ങൾ മാത്രമാണ് ഈ പുഴ കടത്തി അപ്പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വലിയ ഉപകരണങ്ങളൊന്നും കടത്തി അപ്പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം ഇനിയിപ്പോൾ എത്തിക്കാൻ കഴിയും. സൈന്യത്തിൻ്റെ ഒരു വലിയ കരുത്താണ് ഒരു പാലം, ഒരു നിന്ന നിലയിലൊരു പാലം നിർമ്മിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്നത് പോലെ 48 മണിക്കൂറിനുള്ളിലാണ് ഒരു ഏറ്റവും അപകടകരമായ ഒരു സ്ഥലത്ത്, ഏത് സ്ഥലത്താണ് ഉറച്ചത്, ഏത് സ്ഥലത്താണ് മണ്ണിന് ഉറപ്പില്ലാത്തത് എന്നറിയാത്ത കുത്തൊഴുകിൽ വന്നു നിൽക്കുന്ന മണ്ണിനിടയിലൂടെ, ആ പുഴയിലൂടെ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ആ പാലത്തിലൂടെ വലിയ ഉപകരണങ്ങൾ, മണ്ണ് മാന്താനും തുരക്കാനും നീക്കാനും എല്ലാം കഴിയുന്ന വലിയ ഉപകരണങ്ങൾ, വലിയ ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങൾ അകത്തേക്ക് കടക്കാം. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തിരച്ചിലിനെ 10 മടങ്ങ് വേഗത്തിലാക്കുവാൻ കഴിയും. ഇനിയും വൈകി കഴിഞ്ഞാൽ മൃതദേഹങ്ങളടക്കം ജീർണാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മൃതദേഹങ്ങൾ വല്ലാതെ ജീർണിച്ചാൽ വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും. അത് വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും. രോഗങ്ങൾ പരക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം എന്തായാലും ഇതിനൊക്കെ മുമ്പ് തന്നെ ഇതെല്ലാം വീണ്ടെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വലിയ അത്തരം ഉപകരണങ്ങളെല്ലാം അകത്തേക്ക് വിടാനുള്ള സംവിധാനങ്ങൾ ആയിരിക്കുന്നു. ബെയിലി പാലം സഞ്ചാരയോഗ്യം ആയിരിക്കുന്നു. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി അതിലേക്ക് മറുകരയിലേക്ക് ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എന്തായാലും എത്തിയിരിക്കുന്നു. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ വലിയ സേവനത്തിൻ്റെ ഫലം കൂടിയാണ്. ഇന്ത്യൻ പട്ടാളം അപകടകരമായ ഇത്തരം സ്ഥലങ്ങളിൽ, യുദ്ധ സ്ഥലങ്ങളിൽ പെട്ടെന്ന് ടാങ്കറുകളടക്കമുള്ള വാഹനങ്ങൾ, പട്ടാളക്കാരുടെ വാഹനങ്ങൾ എത്തിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഈ ദുരന്ത സ്ഥലത്തും ഇപ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ പ്രീ ഫാബ്രിക്കേറ്റഡ് ഉപകരണങ്ങൾ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ വസ്തുക്കൾ കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിച്ച് ഒരു പാലം നിർമ്മിക്കുന്നു. ആ പാലത്തിലൂടെ സാധാരണ നടന്നു പോകാൻ കഴിയുന്നൊരു പാലമല്ല, ഭാരമുള്ള ഉപകരണങ്ങൾ കടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന, വാഹനങ്ങൾ കടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ബെയിലി പാലം ഒരുങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ പട്ടാളത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൂടി നൽകേണ്ട സമയം കൂടിയാണിത്. അത്രത്തോളം ആ ഒരു പാലം ഇത്ര വേഗം നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇനിയും വൈകിയാൽ, ഇപ്പോൾ തന്നെ സമയമേറെ വൈകിയിരിക്കുന്നു, മൃതദേഹങ്ങൾ കൂടുതൽ ജീർണാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉറ്റവർക്ക് അവസാന നിമിഷം തങ്ങളുടെ ഉറ്റവരുടെ മുഖമെങ്കിലും ഒന്ന് കാണാൻ, അല്ലെങ്കിൽ അവരുടെ മൃതദേഹമെങ്കിലും ഒന്ന് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പോയാൽ അവർക്കുണ്ടാവുന്ന ദുരിതം എത്രത്തോളം വലുതാണ് എന്നത് ഓർക്കണം. നമുക്ക് മറ്റ് പ്രേക്ഷകനിലേക്ക് കടക്കേണ്ടതുണ്ട്. പാലക്കാട് നിന്നും ഹബീബാണ്. ശ്രീ ഹബീബ്, ഈ സമയത്ത് എന്താണ് നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാനാവുക? നമുക്ക് അബ്ദുൾ റഹീമിന്റെ മോചനാവകാശമായിട്ട് നമ്മളൊരു ആപ്പ് ഉണ്ടാക്കിയിരുന്നു, മൊബൈൽ ആപ്പ്. നമ്മൾ കേരളം മൊത്തം കണ്ടൊരു കാഴ്ച ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അതിക്ക് പേയ്മെന്റ് ചെയ്തിട്ട് അവരെ പുനരധിവാസം നമ്മൾ ഉറപ്പുവരുത്തണം. താങ്കൾ പറഞ്ഞത് ഒന്നുകൂടി പറയുമോ?
നമ്മൾ അബ്ദുറഹീമിന്റെ മോചനാവകാശാർത്ഥം ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഒരുപാട് ആളുകൾ പേയ്മെന്റ് ചെയ്തിട്ട് അതുപോലത്തെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ട് വയനാട് അടുത്ത നമുക്ക് അങ്ങനെ പണം നൽകാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് പോലെ ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ QR കോഡ് അടക്കം സ്കാൻ ചെയ്ത് നമുക്ക് അതിലേക്ക് ഫണ്ട് നൽകാനുള്ള സംവിധാനം സർക്കാർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ബദൽ മറ്റൊരു സംവിധാനം ഒരുക്കേണ്ട കാര്യം ഈ വിഷയത്തിലില്ല. അങ്ങനെ ഒരു സംവിധാനം സർക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. അതിലേക്ക് പരമാവധി സംഭാവനകൾ നൽകുകയാണ് വേണ്ടത്. ഈ സമയത്ത് ഇതിലൊരു അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളും ഉണ്ട്. ഈ സമയത്ത് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അർത്ഥമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ഒരു നാടിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് സർക്കാരാണ്. അത് ഏത് സർക്കാരായാലും അതാത് കാലത്ത് ഭരിക്കുന്ന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് ഒന്നാമത്തേത്. ആ സർക്കാരുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണം സംഭാവന ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം നൽകുക എന്നുള്ളത് നാളെ ഇത് എനിക്കും നിങ്ങൾക്കും ഒക്കെ സംഭവിക്കാം. നമുക്ക് ആർക്കും സംഭവിക്കാൻ കഴിയാത്ത ഒന്നല്ല ഇത്. ഏത് നാടും നമ്മളെപ്പോലെ തന്നെ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉറങ്ങുന്നത് പോലെ തന്നെ നാളെയും ഞങ്ങൾക്ക് ഉണരാൻ കഴിയുമെന്നും അവർ നാളെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഉറങ്ങിയ മനുഷ്യരാണ് ഇവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിപ്പോയി നിൽക്കുന്നത്. അവരെ സഹായിക്കാൻ വേണ്ട സമയത്ത് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും അർത്ഥമില്ല എന്നുകൂടി പറയേണ്ടി വരും. ബെയിലി പാലത്തിലൂടെ സൈന്യത്തിൻ്റെ ആദ്യ വാഹനം കടത്തിവിട്ട് പരീക്ഷണം നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ അതല്ല. ആ ദൃശ്യങ്ങളിലേക്ക് തൽക്കാലത്തേക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നൽകുന്നതിന് പ്രയാസമുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെയിലി പാലത്തിലൂടെ സൈന്യത്തിൻ്റെ ആദ്യ വാഹനം കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹാരിസാണ് മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും. ശ്രീ ഹാരിസ്, താങ്കൾക്ക് പറയാം. ഹാരിസ് കേൾക്കാമോ? മുരളിയാണ് കോഴിക്കോട് നിന്നും. ശ്രീ മുരളി, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ദുരന്തത്തിൻ്റെ നടുക്കടലിൽ പെട്ടു നിൽക്കുകയാണ് ഈ നാട്. ഇവിടെ നമുക്ക് എന്തു ചെയ്യാനാവും? ഹലോ, മുരളി പറയൂ. എല്ലാവരുടെയും ആ കൂട്ടായ്മയോടുള്ള പ്രവർത്തനം, അത് മിലിറ്ററിന്റെയും ബാക്കി ദുരിതാശ്വാസ പ്രവർത്തകരുടെയും മറ്റുള്ളവരുടെയും വളരെ കൂട്ടായ്മയോടുള്ള പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാതെ ഒരു തോന്നുന്നു. ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടായ്മയാണ് നമ്മളെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു നിധി തന്നെ വേണമെങ്കിൽ പറയണം. ഇതൊക്കെ നമ്മൾ അന്യ സ്ഥലങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. നമ്മളെ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണിത്. നമ്മൾ പുത്തുമലയിലൊന്നും സംഭവിച്ചതുപോലെ ഇവര് ഒരു പുനരധിവാസം വളരെ നന്നായിട്ട് തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷക കൂടിയുണ്ട്, ബാംഗ്ലൂരിൽ നിന്നും ലിസ്മിയാണ്. ലിസ്മി, ഒരിക്കൽ പോലും കേരളം പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ദുരന്തത്തെ നമുക്ക് നേരിടേണ്ടി വരുമെന്ന്. മറ്റു പല നാടുകളിലും സമാനമായ ദുരന്തങ്ങളൊക്കെ നമ്മൾ വായിച്ചും കണ്ടുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട് സുരക്ഷിതമാണ് എന്നതായിരുന്നു നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ബോധം. പക്ഷേ അങ്ങനെ നമ്മളെപ്പോലെ വിശ്വസിച്ചിരുന്ന കുറേയേറെ മനുഷ്യരുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അവരുടെ ജീവിതമാണിപ്പോൾ തകർത്ത് എറിയപ്പെട്ടിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അതെ, അത് തന്നെയാണ്. കേരളത്തിലെ ആൾക്കാരുടെ കാര്യങ്ങളും അവരുടെ ഒത്തൊരുമയും യൂണിറ്റി എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ എന്തൊക്കെ കണ്ടിട്ട് നമ്മൾ പഠിക്കുന്നില്ല എന്നതാണ്. ഇതൊരു ഫസ്റ്റ് ടൈം അല്ല ഉണ്ടാവുന്നത്. ഇപ്പൊ ഉണ്ടായതെന്ന് പറഞ്ഞത് നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിലും അപ്പുറം നമ്മൾ കണ്ടു. പക്ഷെ എവിടെയൊക്കെ റോഡിന്റെ ഹൈവേ ഉണ്ടെങ്കിലോ അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ് ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നേച്ചറിനെ അതിന്റെ ഒരു ബാലൻസ് നമ്മൾ തന്നെയാണ് നശിപ്പിക്കുന്നത്. വലിയ വലിയ സ്ഥാപനങ്ങളോ റിസോർട്ടോ കമ്പനികളോ ഫ്ലാറ്റുകളോ എന്തും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ എന്തിന് അധികാരികൾ അതിനൊരു പെർമിഷൻ കൊടുക്കുന്നു? ആ എൻവയോൺമെന്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി ജീവിക്കുന്ന ജനങ്ങൾ അവിടെ ഉണ്ട്. അവർക്കാണ് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നത്. ഇങ്ങനെ വലിയ വലിയ ഇതുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇതിന്റെ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പക്ഷേ എന്തായാലും നമുക്ക് തൽക്കാലം ഈ ഒരു ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ശേഷം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് താങ്കൾ ഉന്നയിച്ചത്. വളരെ ഗൗരവമുള്ള, കേരളം തിരിച്ചറിയേണ്ട വിഷയം തന്നെയാണ്. അതിനെ ആ തരത്തിൽ തന്നെ മാനിക്കുന്നു.
പലരും സമാനമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും ബെയിലി പാലത്തിലൂടെ സൈന്യത്തിൻ്റെ ആദ്യ വാഹനം കടന്നുപോയിരിക്കുന്നു. അത് ഒരു പരീക്ഷണ യാത്രയായിരുന്നു. ആ പരീക്ഷണ യാത്ര എന്തായാലും വിജയമായിരിക്കുന്നു. ഇനിയും 1-2 പരീക്ഷണങ്ങൾ കൂടി നടത്തുമോ അതോ നേരെ വാഹനങ്ങൾ കടത്തുക എന്നൊക്കെ എന്തായാലും സൈന്യം തീരുമാനിക്കുന്നതാണ്. എന്തായാലും ബെയിലി പാലം പൂർത്തിയായിരിക്കുന്നു, അത് സഞ്ചാരയോഗ്യമായിരിക്കുന്നു. ഇപ്പോൾ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പരീക്ഷണം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൂടുതൽ വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടാനും ഈ ഉപകരണങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങൾ അല്ലാതെ മറ്റു വാഹനങ്ങളല്ല അത് കടത്തിവിടാനും മറ്റ് തെരച്ചിൽ ഉപകരണങ്ങൾ അടക്കം എത്തിക്കാനും എല്ലാം കഴിയും. കുറേ കൂടി വേഗത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ 10 മടങ്ങ് വേഗത്തിലേക്ക് തെരച്ചിലിനെ മാറ്റാൻ കഴിയും. എന്തായാലും സൈനികർ എന്തായാലും പരിശോധന പൂർത്തിയാക്കി കൈയടിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ അവർക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഒരു ഫലം ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നിരിക്കുന്ന മനുഷ്യർ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ മൃതദേഹങ്ങളുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഒരാൾ അച്ഛനോ അമ്മയോ മക്കളോ ഒക്കെ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ അവരുടെ മൃതദേഹമെങ്കിലും ഉണ്ടോ ഇല്ലയോ എങ്കിലും അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് ഉറ്റവരെ തള്ളിവിടുക എന്ന് പറഞ്ഞാൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് മാനസികമായി തന്നെ അവർ തകർന്നു പോകുന്ന, പൂർണ്ണമായും തളർന്നു പോകുന്ന ഒരവസ്ഥയിലാണ്. അവർക്ക് മൃതദേഹമെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരം വാഹനങ്ങൾ ഇനി അകത്ത് കടത്താൻ വേണ്ടി സൈന്യം തന്നെ ഈ ഒരു പാലം, ബെയിലി പാലം നിർമ്മിച്ചത്. മണിക്കൂറുകൾക്കുള്ളിലാണ്, 2 ദിവസത്തിനുള്ളിലാണ് ഈ പാലം നിർമ്മിച്ച് സഞ്ചാര യോഗ്യമാക്കിയിരിക്കുന്നു. സൈന്യത്തിൻ്റെ പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ തന്നെ പ്രീ ഫാബ്രിക്കേറ്റഡ് സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അത് ഉറപ്പിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകരിൽ എല്ലാവരും തന്നെ ഏകദേശം ഒരേ അഭിപ്രായം തന്നെ പറഞ്ഞവരാണ്. ഈ സമയത്ത് വയനാടിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി, വയനാടിലെ എല്ലാം നഷ്ടമായ ജനതയുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം എന്ന അഭിപ്രായമാണ്. ഇതാണ് കേരളം. കേരളത്തിൻ്റെ പ്രത്യേകതയും ഇതുതന്നെയാണ്. ദുരന്തമുഖത്ത് നമ്മൾ മറ്റെല്ലാം മറന്ന് ഒന്നിച്ചു നിൽക്കും. ദുരന്തമുഖത്ത് നമ്മൾ നമ്മുടെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട്, നമ്മുടെ ഉറ്റവരായി ഉടയവരായി കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കും. ഇവിടെയും അതുതന്നെയാണ് ഉണ്ടാവേണ്ടത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നത് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന, ആത്മധൈര്യം നൽകുന്ന ഒരു ഘടകം കൂടിയാണ്. പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ന്യൂസ് 18 പൊതുവേദി പൂർണ്ണമാകുന്നു.